എല്ലാവർക്കും ഉമ്മച്ചിൻ്റെ അടുക്കളയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അരിപ്പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വളരെ കുറച്ച് മാത്രം നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാകുന്ന കുറച്ച് സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള ഈ സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. ഈ സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പത്തിരിയും നൂൽപുട്ടൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണിത് എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തിട്ടുള്ളത് 1 ഉരുളൻകിഴങ്ങ് വേവിച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് തൊലിയെല്ലാം കളഞ്ഞിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് മല്ലിയില ചെറുതായിട്ട് മുറിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സ് നമ്മൾ നല്ലോണം വറ്റൽമുളക് കുറച്ച് എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. പിന്നെ എടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പാകത്തിന് ഉപ്പ് വേണം, അത് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമായിട്ടുള്ളത് വെള്ളമാണ്. അപ്പോൾ വെള്ളം എടുക്കുമ്പോൾ ഈ 2 ടേബിൾ സ്പൂൺ റവക്കും 1 കപ്പ് അരിപ്പൊടിക്കും പാകത്തിന് എടുക്കുകയാണെങ്കിൽ 1.5 കപ്പ് വെള്ളമാണ് ആവശ്യം. അതായത് ഈ റവക്കും അരിപ്പൊടിക്കും കൂടിയിട്ട് 1.5 കപ്പ് വെള്ളം, അതാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലാണ് പൊടി വാട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് 1.5 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ ഈ മെഷർമെൻറ്റ് കപ്പില്ലാത്തവർ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഗ്ലാസ് എടുത്തിട്ട് ആ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എടുത്താൽ മതി. അപ്പോൾ ആ അളവിൽ തന്നെ 1 ഗ്ലാസ് പൊടിയും എടുത്താൽ മതി. അപ്പോൾ വെള്ളം ഇതാ തിളക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് എടുത്തു വെച്ചിട്ടുള്ള 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ റവ തിളക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് ഇനി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പിപ്പോൾ കുറച്ചിട്ടാൽ മതി. അപ്പോൾ ഉപ്പ് ഞാൻ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ചില അരിപ്പൊടികൾക്കൊക്കെ നല്ല വെള്ളം ആവശ്യമായി വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ഓൾറെഡി നല്ല വെള്ളം ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അപ്പോൾ ഞാൻ ഒഴിക്കുന്ന മാതിരി നിങ്ങൾക്ക് ഒഴിക്കേണ്ടി വരില്ല, കാരണം നിങ്ങൾ എടുക്കുന്ന പത്തിരിപ്പൊടിയുടെ അതിനനുസരിച്ചിട്ടിരിക്കും. കുറച്ചുകൂടെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ലൂസാക്കി എടുക്കണം. നല്ല ലൂസാവരുത്, നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടോ. ഇനി കുറച്ച് വെള്ളം അധികമായി, കണ്ടോ, ഇതുപോലെ തന്നെ ഇരിക്കണ്ട, കയ്യും ഒട്ടുന്ന രീതിയിൽ തന്നെ വെള്ളം കുറച്ച് വേണം. 5 മിനിറ്റ് അടച്ചു വെച്ച ശേഷം എടുത്തിട്ടുള്ള മാവാണിത്. അപ്പോൾ ഇത് കണ്ടോ, കയ്യുമ്മ ഒട്ടുന്ന ടൈപ്പിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇതിലോട്ട് ഇനി ഉരുളൻകിഴങ്ങൊക്കെ ചേർത്ത് കൊടുക്കാണ്ട്. അപ്പോൾ അങ്ങനെ തന്നെയാണ് കിട്ടേണ്ടതും. പിന്നെ ഉരുളൻകിഴങ്ങിൽ ഓൾറെഡി ഉപ്പുള്ളതുകൊണ്ട് അതിനനുസരിച്ചിട്ട് മാത്രം ഇതിൽ ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാൻ കറക്റ്റ് 1.5 കപ്പ് എന്ന് പറഞ്ഞത് മറ്റേ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ എല്ലാവരുടെ പൊടി ഒരുപോലെ ആവില്ല, അതുകൊണ്ടാണ് അത് പ്രത്യേകം 1.5 കപ്പ് തന്നെ കാണിച്ചത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ പൊടിക്ക് 1.5 കപ്പ് തന്നെ എടുത്താൽ മതി. എന്നിട്ട് പിന്നെ ആവശ്യം വരുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് എടുത്തു വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് എടുത്തു വെച്ചിട്ടുള്ള ആ ചില്ലി ഫ്ലേക്സും അതുപോലെ ഗരം മസാല അതുപോലെ തന്നെ മല്ലിച്ചപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കൈ കൊണ്ട് തന്നെ. നമ്മളിത് ചൂടാറുമ്പോഴത്തേനും ബലം വരുന്ന സാധനം ആവുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ ഒരു ഇളം ചൂടിൽ തന്നെ കുഴച്ചെടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. നന്നായിട്ട് മിക്സായിട്ട് കിട്ടും എല്ലായിടത്തും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉരുളൻകിഴങ്ങൊക്കെ എല്ലായിടത്തും എത്തണം. അതുപോലെ ഗരം മസാലയൊക്കെ അവിടെ ഇവിടെയും പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പ്രത്യേകം എടുത്ത് കാണിക്കും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ കുഴയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും, അത് കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് കുറച്ച് ഓയിൽ തടവിയിട്ട് ഒന്നുകൂടെ നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ റെഡിയായി കിട്ടും. അപ്പോൾ ഞാൻ കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ടുണ്ട്. ഇനി
ഇനി ഇതൊന്ന് നന്നായിട്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കയ്യിൽ ഒട്ടാണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ പറ്റും. കണ്ടോ, ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കയ്യിൽ എണ്ണാക്കിയപ്പോൾ നന്നായിട്ട് അതിലല്ലേ നമ്മുടെ കയ്യിലുള്ള എല്ലാം അതിൽ പോയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് മാത്രമേ ലാസ്റ്റായിട്ട് എടുത്താൽ മതി കേട്ടോ. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണ്ട, നമ്മൾ ആദ്യം തന്നെ എണ്ണ ഉപയോഗിച്ചിട്ട് കുഴച്ചെടുക്കണ്ട. നന്നായിട്ട് കുഴച്ചെടുത്ത ശേഷം മാത്രം വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ ബോൾസാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ കുഞ്ഞു ബോൾസാക്കിയിട്ട് ഒരുപാടങ്ങ് വലുതാക്കരുത്. കാരണം അരിപ്പൊടി ആവുന്നതുകൊണ്ട് തന്നെ ഉള്ളു വേവാൻ വേണ്ടിയിട്ട് ടൈം എടുക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ കുഞ്ഞു ബോൾസാക്കി എടുത്താലും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഇതുപോലെ ചെറിയ ബോൾസാക്കിയിട്ട് മാറ്റുക ഇതിനെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ആക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ഇങ്ങനത്തെ ഷേപ്പിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ മുഴുവനും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ വെറുതെ കുറച്ച് ഇങ്ങനത്തെ ഉണ്ടാക്കി, ബാക്കി ഇതവിടെ റോൾസും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി കൈയൊക്കെ വാഷ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ, നല്ലോണം ആവി വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ചിലപ്പോൾ നമ്മൾ ഇരുമ്പ് ചട്ടി ആവുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ അടിയിൽ സ്റ്റിക്ക് ആവാൻ വേണ്ടിയുള്ള ചാൻസ് ഉണ്ട്, ഒട്ടിപ്പിടിക്കും മിക്കവാറും. അപ്പോൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ചൂടായ ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. പുറമെ നമ്മൾ ഇത് ഒരു സൈഡ് ഒന്ന് നല്ലോണം ഒന്ന് ബ്രൗൺ കളറായ ശേഷം മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതി. കുഴപ്പമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കിയപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ ബോൾസുകൾ. ഇത് നല്ലോണം ഒന്നാവട്ടെ, ഉള്ളിലൊക്കെ നല്ലപോലെ വെന്ത് കിട്ടണം. ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞല്ലോ, ചിലവരുടെ ചട്ടിയിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലോണം ചൂടായിട്ട് മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡായിട്ട് മാത്രം ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. ഇത് കണ്ടോ, ഇവിടെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒന്നുകൂടി തിളച്ചോട്ടെ. അപ്പോൾ നല്ലപോലെ പുറത്ത് മൊരിഞ്ഞാലേ ഉള്ളൂ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഞാനിത് എടുക്കുകയാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് വരെ എന്തായാലും എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി നമ്മളിതാ ഞാനിങ്ങനെ കുറച്ചുണ്ടാക്കി വെച്ചില്ലേ, അതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതൊക്കെ ഞാനിതിൻ്റെ ഉള്ളിൽ ഒന്ന് കാണിച്ചു തരാം. നല്ല ഉണ്ട്, ഉള്ളി പുറത്ത് നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്, ഉള്ളിൽ നല്ല സോഫ്റ്റാണ്, നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കണോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കട്ടെ. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതിന് മുമ്പേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. Thank you.